ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ വേദനകളെ, നമ്മുടെ പ്രയാസങ്ങളെ, നമ്മുടെ രോഗങ്ങളെ, നമ്മുടെ ആവശ്യങ്ങളെ, നിയോഗങ്ങളെ, ആഗ്രഹങ്ങളെ, സ്വപ്നങ്ങളെ, നമുക്ക് ഉള്ള പ്രശ്നങ്ങളെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈ രാത്രിയിൽ കർത്താവിൽ നിന്നും ഒരു പരിഹാരം ലഭിക്കുന്നതിനും നാളത്തെ ദിവസം കർത്താവ് അത്ഭുതകരമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ആവശ്യങ്ങൾക്കു വേണ്ടിയും, നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്കു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് തീർച്ചയായും തക്ക സമയത്ത് ഇടപെടും. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയിലൂടെയും ദൈവം വലിയ അത്ഭുതങ്ങളാണ് നിങ്ങളിൽ ചെയ്യുന്നത്. കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ വൻ കാര്യങ്ങൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്. വിശ്വസിക്കുക, കൂടുതലായി കർത്താവിലേക്ക് തിരിയുക, കർത്താവിനെ സ്വന്തമാക്കുക, കർത്താവിൻ്റെ സ്നേഹവും സന്തോഷവും അനുഭവിക്കുക. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ദൈവം. അതിനാൽ നമുക്ക് എത്രയധികം പ്രശ്നങ്ങളുണ്ടോ അത്രയധികം ദൈവത്തിലേക്ക് അടുത്തു വരിക. തീർച്ചയായും നിങ്ങളുടെ പ്രശ്നങ്ങൾ കർത്താവ് തന്നെ പരിഹരിച്ചു തരും. ഈ രാത്രിയിൽ നല്ല ഒരു ഉറക്കം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 22, 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു? എന്നെ സഹായിക്കാതെയും എൻ്റെ രോദനം കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട്? എൻ്റെ ദൈവമേ, പകൽ മുഴുവൻ ഞാൻ അങ്ങയെ വിളിക്കുന്നു, അങ്ങ് കേൾക്കുന്നില്ല. രാത്രിയിലും വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ആശ്വാസം ലഭിക്കുന്നില്ല. ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ, അവിടുന്ന് പരിശുദ്ധനാണ്. അങ്ങയിൽ ഞങ്ങളുടെ പിതാക്കന്മാർ വിശ്വാസമർപ്പിച്ചു, അവർ അങ്ങയിൽ ശരണം വെച്ചു. അങ്ങ് അവരെ മോചിപ്പിച്ചു. അങ്ങയോട് അവർ നിലവിളിച്ചപേക്ഷിച്ചു, അവർ രക്ഷപ്പെട്ടു. അങ്ങയെ അവർ ആശ്രയിച്ചു, അവർ ഭഗ്നാശരായില്ല. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ ഒത്തിരി ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് ആയിരിക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗത്താലും ദുഃഖത്താലും പ്രശ്നങ്ങളാലും അടിക്കടി ഉണ്ടാകുന്ന വിട്ടുമാറാത്ത പ്രശ്നങ്ങളാലും വേദനിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ രാത്രിയിൽ അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെ, കുടുംബത്തിലെ അവസ്ഥയെ, വിഷമങ്ങളെ, ജോലി പ്രശ്നങ്ങളെ എല്ലാം അങ്ങയ്ക്ക് അറിവുള്ളതാണ്. അങ്ങയ്ക്കെല്ലാം ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ എൻ്റെ ദൈവമേ, ഈ പ്രശ്നങ്ങളെക്കാൾ ഉപരിയായി ഞങ്ങൾ അങ്ങയിലേക്ക് അടുത്തു വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ പ്രശ്നങ്ങൾ ഓരോന്നും ഞങ്ങൾ ദൈവത്തെ കൂടുതൽ അറിയാൻ വേണ്ടി അവിടുന്ന് അത് ഉപയോഗിക്കണമേ. അവിടുന്ന് അതിനെ രൂപാന്തരപ്പെടുത്തണമേ. കർത്താവേ, എത്രയധികം പ്രശ്നങ്ങളുണ്ട് എങ്കിലും ദൈവത്തെ ഞങ്ങൾക്കറിയാൻ സാധിച്ചാൽ, ദൈവത്തിൻ്റെ അനുഭവം ഞങ്ങൾക്കുണ്ടായാൽ ഈ പ്രശ്നങ്ങളൊന്നും ഒന്നുമല്ലാതായി മാറും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാൽ കർത്താവേ, ഞങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങളെല്ലാം ഒരു വശത്തേക്ക് ഞങ്ങൾ മാറ്റിവെക്കുന്നു. ഈ പ്രശ്നത്തിൻ്റെ ഇടയിലൂടെ ഞങ്ങൾ നിന്നെ അന്വേഷിക്കുന്നു. പ്രശ്നങ്ങളുടെ ഏക പരിഹാരകനായ ദൈവത്തെ ഞങ്ങൾ കണ്ടെത്തിയാൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള മറുപടിയായി, ഉത്തരമായി, പരിഹാരമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാൽ ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ പരിശോധിച്ച് അങ്ങ് ഞങ്ങളെ നോക്കുമ്പോൾ അങ്ങ് കാണുന്ന എല്ലാ തെറ്റുകളിൽ നിന്നും, തിന്മയിൽ നിന്നും, അന്ധകാര ശക്തികളുടെ ഇടപെടലിൽ നിന്നും കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങൾക്ക് പൂർണ്ണ മോചനം നൽകി ആരോഗ്യപരമായ ഒരു ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ കരഞ്ഞ് നിലവിളിക്കുന്ന എല്ലാവർക്കും നീ സമീപസ്ഥനാകണമേ. ദുഃഖിതർക്ക് ആശ്വാസവും രോഗികൾക്ക് സൗഖ്യവും വേദനിക്കുന്നവർക്ക് സന്തോഷവും നീ നൽകണമേ. കർത്താവേ, എല്ലാ അസ്വസ്ഥതകളെയും മാറ്റി നല്ലൊരു ഉറക്കം നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ.
ഇവരുടെ കുടുംബത്തിൽ നീ ഇടപെടണമേ. ഇവരുടെ ആവശ്യങ്ങളിൽ നീ ഇടപെടണമേ. നാളത്തെ ഞങ്ങളുടെ നിയോഗങ്ങളിൽ നീ ഇടപെടണമേ. ഞങ്ങളുടെ യാത്രകളെ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ യാത്രയിലായിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ ദുഃഖിച്ചിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ തടങ്കലിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ഒറ്റപ്പെട്ട് കരയുന്നവരെ സമർപ്പിക്കുന്നു. കർത്താവേ, എത്രമാത്രം നല്ല രീതിയിൽ ജീവിച്ചാലും ചുറ്റും വീണ്ടും പ്രശ്നങ്ങൾക്ക് നടുവിലായിരിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, നിന്റെ കരുണക്കടലിൽ ഞങ്ങളേവരെയും സമർപ്പിക്കുന്നു. കരുണയോട് നീ ഞങ്ങളെ തൊടണമേ. ഞങ്ങളെ സ്പർശിച്ച് സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ ഇല്ലായ്മയിൽ അവിടുത്തെ സമൃദ്ധി ചൊരിഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ അപൂർണതയിൽ നിന്റെ പൂർണ്ണത നിറച്ച് ഞങ്ങളെ പൂർണ്ണരാക്കണമേ. കർത്താവേ, ഞങ്ങളുടെ രോഗങ്ങളെ നീ സുഖപ്പെടുത്തണമേ. രോഗകാരണങ്ങളെ നീ സുഖപ്പെടുത്തി രോഗകാരണങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ. ആന്തരിക സൗഖ്യം നൽകണമേ. കർത്താവേ, എല്ലാം അങ്ങയിൽ നിന്ന് ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുന്ന സകല അനുഗ്രഹങ്ങളും അങ്ങയിൽ നിന്ന് ഞങ്ങൾ സ്വീകരിക്കുന്നു, അത് ഏറ്റെടുക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഈ രാത്രിയിൽ നല്ല ഒരു ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല വിജ്ഞാനത്തിൻ്റെയും ഉറവിടമായ ദൈവമേ, അങ്ങയുടെ ജ്ഞാനത്തിൻ്റെ കണ്ണുകളാൽ എല്ലാം നോക്കിക്കാണുന്നതിനും എല്ലാം കേൾക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ വേദനപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് പൂർണ്ണ വിടുതൽ നൽകി അങ്ങയിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ച് എൻ്റെ ദൈവം എൻ്റെ പക്ഷത്തുണ്ട്, ഞാനിനി ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന വിശ്വാസത്തോടെ സ്വർഗത്തിലെ ദൈവത്തിന് നന്ദി അർപ്പിച്ച് ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നു. ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാവിധ അനുഗ്രഹങ്ങളാലും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സൗഖ്യവും വിടുതലും നൽകി, പ്രത്യേക സംരക്ഷണം നൽകി, നല്ല ഒരു ഉറക്കം നൽകി നിങ്ങളെ ആശീർവദിക്കട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും കർത്താവ് ക്ഷമിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിഷ്കളങ്കമായ ഹൃദയത്തോടെ നമുക്ക് എന്നും വ്യാപരിക്കാൻ അവിടുന്ന് നമ്മെ സഹായിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരോടും കൂടെ, നിങ്ങളുടെ കുടുംബാംഗങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.